നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ട GK ചോദ്യങ്ങളാണ്. അപ്പോൾ അതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: Which constitutional amendment gave right to the parliament to amend the fundamental rights? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരം നൽകിയത്? 24th amendment ആണ്. 24th amendment. Which of the following statement is not correct about equinoxes? ഇക്വിനോക്സിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇക്വിനോക്സസ് ഹാപ്പൻ ഓൺ ജൂൺ 21 ആൻഡ് ഡിസംബർ 22. ഇതാണ് കറക്റ്റ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഇക്വിനോക്സസ് എന്നാൽ വിഷുവങ്ങളാണ്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസസ് ഇൻ ബോത്ത് ഹെമിസ്ഫിയേഴ്സ്. ഇക്വിനോക്സസ് ഹാപ്പൻ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഡയറക്റ്റ് റേസ് ഓഫ് ദ സൺ ഫോൾ ഓൺ ദ ഇക്വേറ്റർ. അടുത്ത ചോദ്യം: When is National Voters Day celebrated in India? ഇന്ത്യയിൽ എന്നാണ് ദേശീയ സമ്മതിദായക ദിനം ആഘോഷിക്കുന്നത്? ജനുവരി 25 ആണ്. ജനുവരി 25. Where was India's first national museum opened? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മ്യൂസിയം ഓപ്പൺ ചെയ്തത് എവിടെ? മുംബൈയിലാണ്. മുംബൈ. Consider the following statements regarding Lok Sabha. Which of them is not correct? ലോക്സഭയെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയല്ലാത്തത് കണ്ടെത്തുക. സ്പീക്കർ ഈസ് ദ ലീഡർ ഓഫ് ലോക്സഭ. അതാണ് തെറ്റായ പ്രസ്താവന. ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ് നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. മെമ്പേഴ്സ് ആർ ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. വിച്ച് ഓഫ് ദ ബിലോ ഇന്ത്യൻ സ്റ്റേറ്റ്സ് പിൻകോഡ് സ്റ്റാർട്ട്സ് വിത്ത് 2? 2 എന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പിൻകോഡാണ്? ഉത്തർപ്രദേശിൻ്റെതാണ്. ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം: R21 മെട്രിക്സ് M വാക്സിൻ ഈസ് ഡെവലപ്ഡ് ഫോർ പ്രിവെൻഷൻ ഓഫ് വിച്ച് ഡിസീസ്? ഏത് ഡിസീസിന് എതിരെ ഉള്ള വാക്സിനാണ് R21 മെട്രിക്സ് M വാക്സിൻ? ഉത്തരം മലേറിയയാണ്. മലേറിയ. Who was the first Indian woman to win a Grand Slam title in tennis? ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? സാനിയ മിർസ. സാനിയ മിർസ. Who has received 58th ജ്ഞാനപീഠ് അവാർഡ് 2023? 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ജഗദ്ഗുരു രാംഭദ്രാചാര്യയാണ്. ഹു ഈസ് ദ പ്രസന്റ് CEO ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ നിലവിലെ CEO ആര്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. റീസെന്റ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് റിസർവ്ഡ് 33% ഓഫ് ഗവൺമെന്റ് ജോബ്സ് ഫോർ വിമൻ? 33% സർക്കാർ ജോലി വനിതകൾക്കായി റിസർവ് ചെയ്തത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാന ഗവൺമെന്റ് ആണ്? കർണാടക. കർണാടക. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഹാസ് സൈൻഡ് എ 20-year പവർ പർച്ചേസ് എഗ്രിമെന്റ് വിത്ത് വിച്ച് കൺട്രി? അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് 20 വർഷത്തെ പവർ പർച്ചേസ് എഗ്രിമെന്റ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചത്? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. Where has the 10th phase of സാഗർ പരിക്രമ started? സാഗർ പരിക്രമയുടെ 10ാമത്തെ ഫേസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെ? ചെന്നൈ പോർട്ടിലാണ്. ചെന്നൈ പോർട്ട്. Who has been appointed by UNICEF India as its national ambassador? UNICEF India നാഷണൽ അംബാസിഡർ ആയി അപ്പോയിന്റ് ചെയ്തത് ആരെ? കരീന കപൂറിനെയാണ്. കരീന കപൂർ. Who has launched India's first AI-enabled income tax filing mobile application? EZ-Tax. EZ-Tax ആണ്. Who called ശ്രീനാരായണ ഗുരു as the second Buddha? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിളിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. Consider the following social reformers and their organizations. Which of them are
കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ റിഫോമേഴ്സും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതെല്ലാം? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ഇത് രണ്ടും ശരിയാണ്. BT ഭട്ടതിരിപ്പാട് ആത്മവിദ്യാ സംഘം എന്നാണ് തന്നിരിക്കുന്നത്. ആത്മവിദ്യാ സംഘം വരേണ്ടത് വാഗ്ഭടാനന്ദൻ. BT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെഹ്റു കോൾഡ് ദ പ്രൊക്ലമേഷൻ ദ ഗ്രേറ്റ് വണ്ടർ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റ്. ബാക്കി ശരി. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇഷ്യൂ ചെയ്തത്. നവംബർ 12, 1936 അബോളിഷ് ദ ബാൻ ഓൺ ദ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വൈക്കം സത്യാഗ്രഹ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. എ വൈക്കം സത്യാഗ്രഹ സ്റ്റാർട്ടഡ് ഓൺ April 30, 1924. ശരിയാണ്. മഹാത്മാഗാന്ധി വിസിറ്റഡ് വൈക്കം. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് ജാതിക്കുമ്മി ഈസ് എ ഫേമസ് വർക്ക് ഓഫ്. ജാതിക്കുമ്മി രചിച്ചത് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, നവോത്ഥാന നായകരെ കുറിച്ചുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിലുള്ള പരീക്ഷയായാലും നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.